നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സർ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടും ഒരു കുടുംബമായി നിൽക്കാനുള്ള നിങ്ങളുടെ ഏവരുടെയും മനസ്സും അത് വീണ്ടും ഉണ്ടാവണമെന്ന് ഞാൻ എളിമയോടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള നല്ല നല്ല ദിവസങ്ങൾ നമുക്ക് ഇനിയും ആഘോഷിക്കാൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി. ഇനി നമുക്ക് സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് കടക്കാം. ഓ ശരി. ഒന്നെന്താ കുട്ടി പോയിക്കോളൂ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ശരി. പുതിയ ആളാണോ? അതെ, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റില്. എന്താ? ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. അവിടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? എങ്ങനെ? അല്ല, ഈ മുതലാളിമാരെ കാണുമ്പോഴുള്ള തട്ടലും മുട്ടലും അടുത്ത് നിന്നുള്ള ഫോട്ടോ എടുക്കലും. ഞാൻ എന്ത് ചെയ്താലും തനിക്കെന്താ? സൂര്യ സാർ നിന്നോട് നീങ്ങി നിക്കാൻ പറഞ്ഞതല്ലേ? അതെന്താ നീ അനുസരിക്കാതിരുന്നെ? ഒരാൾക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് തോന്നിയാല് പിന്നെ എന്തിനാ അവിടെ വട്ടം കറങ്ങുന്നേ? അതെ, ഈ പുരുഷന്മാര് തുടക്കത്തിൽ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ അവരുടെ അടുത്തുനിന്ന് പോകുന്നത് അവർക്ക് ഇഷ്ടമേ ആയിരിക്കില്ല. ഞാൻ സെൽഫി എടുത്തപ്പോ സാർ എന്റെ കൈ കോർത്തു പിടിച്ചു നിന്നത് കണ്ടില്ലേ? ദാറ്റ് മീൻസ് സൂര്യ സാറിലും ഞാൻ പറഞ്ഞ ആ ആണുണ്ട്. ഓ, ആൺവർഗത്തിന്റെ മനഃശാസ്ത്രം മൊത്തവും പഠിച്ചിട്ടും ഇറങ്ങിയിരിക്കല്ലേ? എല്ലാരെയൊന്നും പഠിക്കില്ല. എനിക്ക് താല്പര്യമുള്ള എല്ലാരെയും ഞാൻ നന്നായിട്ട് പഠിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. സൂര്യ സാറിന്റെ അടുത്തുള്ള ഈ പഠിത്തം ഉണ്ടല്ലോ, അത് വേണ്ട. ഇനി സൂര്യ സാറിന്റെ അടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കാനോ നിന്റെ സെൽഫി എടുക്കാനോ പോകുന്നത് കണ്ട. ഹു ആർ യു? കുറച്ച് നേരമായല്ലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താ നിന്റെ പ്രോബ്ലം? നീ ഈ കമ്പനിയുടെ മാനേജർ ഒന്നും അല്ലല്ലോ. അതിനു വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് കാണുന്നുമില്ല. തൊഴിലാളിയോ സ്വീപ്പറോ ആയിരിക്കും അല്ലേ? ഓളൂ, ഈ കമ്പനിയിലെ മുതലാളിമാരും സുന്ദരിമാരായ സ്റ്റാഫും തമ്മിൽ ചിലപ്പോ ചില അടുപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ പോലുള്ളവരെന്താ ചെയ്യേണ്ടെന്ന് അറിയാമോ? അങ്ങനെ കണ്ടാലേ അങ്ങോട്ട് നോക്കാനേ പാടില്ല. സേഫ് ആയിട്ടിരിക്കാനേ അതാ നല്ലത്. സൂര്യ സാറിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്, ഇനി സൂര്യ സാറിന്റെ അടുത്തേക്ക് നീ പോകുന്ന ഞാൻ കണ്ട നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും. ഏയ്, എന്താടി നിനക്ക് വേണ്ടേ? ആരാ നീ? സൂര്യ സാറിനെ മറ്റാരും നോക്കരുതെന്ന് പറയാൻ നിനക്കെന്താ അധികാരം? നീ ആരാ സൂര്യ സാറിന്റെ? ഇതെന്താന്ന് മനസ്സിലായോ? ഓ, ചിലപ്പോ നിന്റെ മോഡേൺ ലൈഫില് ഇതിന്റെ പേര് അറിയില്ലായിരിക്കും. ഇതിന്റെ പേര് താലീന. ഇതൊരു പുരുഷൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കെട്ടിയാല് ആ നിമിഷം മുതല് ആ പുരുഷൻ അവളുടെ ഭർത്താവാ. എന്റെ കഴുത്തിൽ ഇത് കെട്ടിയതേ സൂര്യ സാറാ. അപ്പോ ഞാനും സൂര്യ സാറും തമ്മിലുള്ള ബന്ധം എന്താന്ന് മനസ്സിലായോ നിനക്ക്? അപ്പൊ എന്ത് മനസ്സിലായി? ഞാൻ ഇവിടത്തെ തൊഴിലാളിയോ അല്ല, തൂപ്പുകാരിയോ അല്ല, നിന്റെ മുതലാളിയുടെ ഭാര്യ. സോറി, എനിക്ക് അറിഞ്ഞൂടായിരുന്നു മാഡം. എങ്ങനെ? പറഞ്ഞല്ലോ, ഈ കമ്പനിയിൽ നീ എത്ര ദിവസം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനിടയില് സൂര്യ സാറ് നീ നിൽക്കുന്നിടത്തുകൂടി വരാം, നീ നിൽക്കുന്നിടത്തുകൂടി പോവാം. പക്ഷെ നിന്റെ ഈ വൃത്തികെട്ട കണ്ണുകള് സൂര്യ സാറിനെ നോക്കാൻ പാടില്ല. ദേ, പറഞ്ഞത് ഓർമ്മ വേണം. സൂര്യ സാറേ എന്റെ ഹസ്ബൻഡാ, എന്റെ മാത്രം ഹസ്ബൻഡ്.